അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ഡ്രമ്മൊക്കെ വാങ്ങിച്ചിരുന്നു, ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഡ്രമ്മ് കാണിച്ചതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിപ്പോൾ ഒരാഴ്ചയോളമായി. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് ഡ്രാഗൺ ഫ്രൂട്ട് നടാനുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ തന്നെയുള്ളൂ, വേറെ ആരും സഹായത്തിനൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡ്രമ്മ് കൊണ്ടുവന്ന് വെച്ചാൽ പോരല്ലോ, അപ്പോൾ അതിലൊക്കെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നടണ്ടേ. അപ്പോൾ ഡ്രമ്മ് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ കുറച്ച് ചകിരിപ്പൊളി ഇട്ട്, ഇപ്പോൾ ചകിരിപ്പൊളിക്ക് ഏതായാലും വിലയില്ല, അപ്പോൾ അങ്ങനെ കിടക്കട്ടെ എന്നിട്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് കച്ചറകളും പൊന്തയും കാടൊക്കെ അതിൽ നിറച്ച് വെച്ച് നോക്കുമ്പോഴാണ് അപ്പോൾ അതിന് ഇങ്ങനെ ഇരുന്നാൽ പറ്റുമല്ലോ, കുറച്ച് കുറേ കാലം ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മളതിങ്ങനെ അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ വാർപ്പിന് കേടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഉയർത്തി വെക്കണം. അപ്പോൾ അതിന് സ്റ്റാൻഡൊക്കെ വേണം. അപ്പോൾ അതിന് കുറച്ച് സ്റ്റാൻഡും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്റ്റാൻഡ്. അപ്പോൾ 4 കാലായാൽ ഇരുമ്പിന് കനം കൂടും. അപ്പോൾ നമ്മളത് 3 കാലാക്കി, എങ്ങനെയായാലും 3 കാലിയാക്കി ഇങ്ങനെ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു സംഖ്യ ആയിട്ടുണ്ട്, അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ ഇതൊന്ന് അവർ ചെറുതായിട്ടൊരു പ്രൈമറിയൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മളൊരു കറുപ്പ് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കറുപ്പിൻ്റെ പെയിൻറ്റിൻ്റെ ബോക്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് അടിക്കാനുള്ള തിരക്കിലാണ്. അടിച്ചിട്ട് വേണം ഇനിയിപ്പോൾ സ്റ്റാൻഡിൽ കയറ്റിയിട്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് കൊടുക്കാൻ. എങ്കിലേ ഇപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ട് അതിൽ നട്ട് കഴിഞ്ഞിട്ട് വേണം പിന്നെ അത് വേര് പിടിക്കലും ആയിട്ട് പിന്നെ നമ്മളെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതിനെ ആദ്യം നമ്മൾ പെയിൻ്റ് അടിക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ തന്നെ ചെയ്യണം. കാരണം പെയിൻ്റ് അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് പോയി കറ പിടിച്ച് പെട്ടെന്ന് തിരുമ്പി പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം അങ്ങനെ നിന്നോളും. അപ്പോൾ സമയം പിടിക്കും പെയിൻ്റ് അടിച്ച് കഴിയണമെങ്കിൽ, കാരണം എക്സ്പീരിയൻസ് വളരെ കുറവാണ്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടി എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ ചെയ്യേണ്ട പരിപാടി. പെയിൻ്റ് അടിക്കുന്ന മനുഷ്യന്മാർക്ക് നല്ല ക്ഷമ, അങ്ങനെ ഉണ്ട് കാര്യം. നല്ല ക്ഷമമാണ് പെയിൻ്റ് അടിക്കുന്നത്. കാരണം ഒരു ജോലീൻ്റെ ഭാഗമാകുമ്പോൾ പിന്നെ അവർ ക്ഷമിച്ചിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും കഴിയില്ല. നമുക്കൊരു പരിപാടി പെട്ടെന്ന് തീരണം എന്നുള്ള. അപ്പോൾ നമ്മൾ പ്രതീക്ഷ സമയമൊന്നും വേണ്ടി വന്നില്ല. നമ്മളൊരു 7 പീസും നന്നായിട്ട് തന്നെ പെയിൻ്റ് അടിച്ച്. പിന്നെ ടെർപ്പൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങി കിട്ടുമോ എന്നുള്ളതാണ് സംശയം. ഇതിപ്പോൾ നാളെ നോക്കിയാലേ അറിയാം. അപ്പോൾ കുറേയൊക്കെ പെയിൻ്റ് അടിച്ച് നമ്മുടെ കൈകാലുകളൊന്നും പെയിൻ്റ് ആവാതിരിക്കാൻ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിരുന്നു. കാരണം ആയിക്കഴിഞ്ഞാൽ പിന്നെ ടെർപ്പൻ്റോ മണ്ണെണ്ണയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഓരോ കൃഷി ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലൊക്കെ കുറേയേറെ വർക്കുകളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ അത് നമുക്ക് കൃഷി ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് നമ്മളെ പെയിൻ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ടെർപ്പൻ്റ് ഇല്ലെങ്കിലും നല്ല രീതിയിലൊക്കെ പെയിൻ്റ് അടിച്ച് അത് റെഡിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രമ്മൊക്കെ ഇതിൻ്റെ മേലെ കയറ്റി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. ഡ്രമ്മ് കയറ്റി വെച്ചാൽ മാത്രം പോരാ, ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് നടും വേണം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ മണ്ണ് നിറച്ച ഡ്രമ്മൊക്കെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ കയറ്റുക എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. മണ്ണ് നിറച്ചെന്ന് പറഞ്ഞാൽ വല്ലാതെ നിറച്ചിട്ടൊന്നുമില്ല. ചണ്ടിയും മറ്റേ ചകിരിയൊക്കെയാണ് നിറച്ചിട്ടുള്ളത്. ഇനി മണ്ണ് കുറച്ച് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ വളപ്രയോഗമാണ് ചെയ്യൽ. അപ്പോൾ എന്നാലും ഇത് നല്ല വെയിറ്റാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റാൻഡിൽ കയറ്റുന്നത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഡ്രം എങ്ങനെ ഇതിൽ വെക്കുക എന്നുള്ളതാണ് നമ്മളോട് കാണിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഡ്രമ്മിനെ നമ്മൾ ഇങ്ങോട്ട് ചിരിക്കുക. ചിരിച്ചിട്ട് ഇങ്ങനെ അല്ലേ, ഇതുപോലെ കയറ്റി വെച്ചാൽ ഒരാളെ സഹായം വേണ്ട. ഇനി നല്ല രീതിയിൽ 3 ഭാഗം ശരിയായിട്ട് അത് വെച്ച് കൊടുക്കുക. ഈക്വലായിട്ട് ഇപ്പോൾ ഡ്രമ്മിൻ്റെ ഒത്ത സെൻറ്ററിലാണ് നമ്മളെ ഡ്രമ്മിരിക്കുന്നത്. അല്ല, ഇപ്പോൾ നമ്മളെ സ്റ്റാൻഡിൻ്റെ ഒത്ത സെൻറ്ററിലാണ് ഡ്രമ്മിരിക്കുന്നത്. അത് കുഴപ്പം വരില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ ഡ്രമ്മും നമുക്ക് കയറ്റി വെക്കാം.
സ്റ്റാൻഡിൻ്റെ ഒത്ത സെൻറ്ററിലായിരിക്കണം ഡ്രമ്മ്, എന്നെങ്കിൽ ആട്ടം അനക്കൊന്നും ഇല്ലാതിരിക്കും. അപ്പോൾ ഡ്രമ്മൊക്കെ നമ്മൾ ഓരോന്നായിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളതിൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ചാലും ഡ്രൈ ആയിട്ട് നിൽക്കും. അല്ലാതെ ഡ്രം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും നനവുണ്ടാവും, അപ്പോൾ വാർപ്പിന് കേടായിരിക്കും. അതിങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം കുറച്ച് നനവുണ്ടാവുള്ളൂ, പിന്നെ ഒക്കെ ഡ്രൈ ആവും. ഇതിൻ്റെ കഥ പിന്നെ നമുക്ക് പറയാം. ഇതൊരു വലിയ കഥയാണ്. അതിൻ്റെ അവശിഷ്ടമാണ് ഇതൊക്കെ ബാക്കി. അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് നമ്മൾ ഗ്രോ ബാഗിലും മറ്റൊക്കെ ഉള്ള മണ്ണുകളാണ്. പിന്നെ കുറച്ച് ചകിരിപ്പൊളി, പിന്നെ ഇവിടെ നമ്മൾ കൃഷി ചെയ്തിരുന്ന കുറേ ചണ്ടികളും ചരക്കുകളൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇത്ര മണ്ണ് മതി. കാരണം നമ്മൾ വേര് പിടിക്കാത്ത ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടാണ് വെക്കുന്നത്. അത് വേര് പിടിച്ചതിന് ശേഷം പിന്നെ നമുക്കിതിൽ വളപ്രയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് പറ്റില്ല. അപ്പോൾ ഓരോ ബക്കറ്റ് മേൽമണ്ണും കൂടി നമ്മളിവിടെ എത്തിച്ചു. കുറച്ച് പണിയാണ് മുകളിലേക്കൊക്കെ മണ്ണ് കൊണ്ടുവരാൻ. അപ്പോൾ നമ്മൾ കഴിയില്ല, വയ്യ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ കൂടുതൽ വയ്യായി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കഴിയും, വയ്ക്കും എന്നുള്ള രീതിയിൽ വലിയ ഭാരമുള്ള പണികളൊക്കെ കണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലെ പുല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ട് നട്ടു കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഭാരമുള്ള പണിയൊക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ ഈ മേൽമണ്ണിലെ പുല്ലൊക്കെ ഉണ്ട് എടുത്തൊഴിവാക്കിയിട്ട് നടാൻ പറ്റിയൊരു ചെറിയ കുഴി. നടാൻ ഏറ്റവും നല്ല മേൽമണ്ണാണ്. മേൽമണ്ണിൽ നല്ല വളർന്നുണ്ടാവും. നമുക്കിപ്പോൾ 7 ഡ്രമ്മാണുള്ളത്. അപ്പോൾ 14 കമ്പ് വേണം. 14 കമ്പ് ഒന്നിൽ 2 എണ്ണം വെച്ചിട്ട്, കാരണം വേര് പിടിക്കാത്തതായതുകൊണ്ട് നമുക്ക് ഏതാണ്ട് വേര് പിടിക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 2 എണ്ണം വെച്ചിട്ട് നട്ടു കൊടുക്കണം. ചെറിയ പീസ് നട്ടു കൊടുത്താൽ മതി. നമ്മൾ ഡ്രാഗനൊക്കെ പൂട്ട് കായ്ച്ചിങ്ങനെ നിൽക്കുന്നു. ഇത് 3-ാം തവണയാണ് കായ്ക്കുന്നത്. പിന്നെ പൂവിടുന്നുണ്ട് വേറെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഒരു കൃഷിയായിട്ട് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നടാൻ സമയമായപ്പോഴേക്കും നല്ല വെയിലായി. പറപ്പിൻ്റെ മേലെ നല്ല ചുട്ടുകൊള്ളുന്ന വെയിലായി. അപ്പോൾ ഏതായാലും നട്ടു പോകാമെന്ന് കരുതി. അപ്പോൾ നടുന്നതും കൂടി കണ്ട് നമുക്ക് വീഡിയോയുടെ പൂർണ്ണമാക്കാം. അപ്പോൾ നടലൊക്കെ കഴിഞ്ഞു. നട്ട് കഴിഞ്ഞപ്പോഴേക്കിന് വളരെ ടയർഡായി. കുറച്ച് കച്ചറകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഇനി നാളെ ഇന്ന് വയ്യ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കൃഷിയായി ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ ഇനി ഇതിന് 2 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താൽ മതി. അതൊക്കെ വേര് പിടിച്ച് പൊടിച്ച് വരുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ളത്. പൈപ്പ് വെച്ച് കൊടുക്കണം. പിന്നെ നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്യണം. അതൊക്കെ അത് വേര് പിടിച്ച് പൊടിച്ച് വരുമ്പോൾ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നടൻ്റെ വീഡിയോ ഒന്നും ഇവിടെ പൂർണ്ണമാക്കുന്നു. ഒരാഴ്ചയോളായി നമ്മൾ ഡ്രമ്മൊക്കെ കൊടുന്നപ്പോൾ പൂർത്തിയാക്കി. നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ചെയ്തത്. എല്ലാവരും ആരും സഹായത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.